സങ്കീർത്തനം 1 ധ്യാനിക്കാം. ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഒരിക്കലും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. നമ്മൾ എങ്ങനെ നടക്കണം? പാപത്തെക്കുറിച്ച് അനുദപിച്ച് ദൈവസന്നിധിയിൽ നമ്മൾ നേർ വഴിയിൽ നടക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പാപികളുടെ വഴിയിൽ ഒരു നാളും നമ്മൾ നിൽക്കാൻ ഇടയാകരുതെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ നമ്മൾ പോകരുത്, ഇരിക്കാൻ നമ്മൾ തുനിയരുത്. അതുകൊണ്ട് നമ്മൾക്ക് യാതൊരു ഫലവും ഉണ്ടാകുകയില്ല. നമ്മൾ അവിടെ നിന്നും പോകാതിരിക്കണം എന്ന് വചനം നമ്മളോട് പറയുന്നു. വചനം കൃത്യമായി നമ്മളോട് സംസാരിക്കുന്നു. എവിടെ നമ്മളായിരിക്കണം, എവിടെ നമ്മൾ പോകരുത്, എന്ത് നമ്മൾ ചെയ്യണം, എന്ത് നമ്മൾ ചെയ്യരുത്. നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. നമ്മൾ പറഞ്ഞനുസരിച്ചില്ലെങ്കിൽ അത് നമ്മൾക്ക് പ്രശ്നങ്ങളും ദുഃഖങ്ങൾക്കും കാരണമായി മാറും. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഇംഗ്ലീഷിൽ പറയുന്നു, ബട്ട് ഹിസ് ഡിലൈറ്റ് ഇസ് ഇൻ ദ ലോ ഓഫ് ദ ലോർഡ് ആൻഡ് ഇൻ ഹിസ് ലോ ഡസ് ഹി മെഡിറ്റേറ്റ് ഡേ ആൻഡ് നൈറ്റ്. രാപ്പകൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ തിരുവചനം സന്തോഷിച്ച് വായിക്കുകയും അതിലിരിക്കുകയും അതിന് സമയം കണ്ടെത്തുകയും അത് നമ്മളുടെ ജീവിതത്തിൽ ആശ്വാസം പകരുകയും നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്യാൻ ദൈവം ഇടയാക്കും. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നവൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്നവൻ ഇല വാടാത്തമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം.